ചൂടുപിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അല്പം വിശ്രമം കൊടുത്ത് ബലിപെരുന്നാൾ ആഘോഷത്തിലാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനൊപ്പം തന്നെ PV അൻവറും ഈദ്ഗാഹിൽ പങ്കെടുക്കും. LDF സ്ഥാനാർത്ഥി M സ്വരാജ് ചന്തക്കുന്ന് ജുമാ മസ്ജിദിലെത്തി വിശ്വാസികളെ കാണും. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പ്രചാരണത്തിനായി ഇന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മണ്ഡലത്തിൽ എത്തുന്നുണ്ട്. വിപിൻ C വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത് മലപ്പുറത്തു നിന്ന്. വിപിൻ, നിലമ്പൂരിലെ സ്ഥാനാർത്ഥികൾക്ക് ഇന്നൊരു ആശ്വാസകര ദിവസമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ എന്തായാലും പെരുന്നാൾ ആഘോഷിക്കാനുള്ള അപ്പോൾ ആ ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ നിന്ന് ഒട്ടൊരാശ്വാസം. അതെ സ്മിത, ഈ പറഞ്ഞതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് വരുന്ന ദിവസങ്ങൾ പൊടിവാറുന്ന പ്രചാരണം തന്നെയായിരിക്കും. കാരണം മുഖ്യമന്ത്രി വരുന്നു, മന്ത്രിമാരുടെ പട തന്നെ വരുന്നു, UDFന്റെ നേതാക്കളൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു, കേന്ദ്രമന്ത്രിമാർ NDAക്ക് വേണ്ടി വരുന്നു. ഇത്തരത്തിൽ സജീവമായ പ്രചാരണത്തിന് ഇന്നൊരു അല്പം ആശ്വാസവും ഒരു സന്തോഷത്തിൻ്റെയൊക്കെ നിമിഷങ്ങളാണ്. അപ്പോൾ രാവിലെ തന്നെ ഈ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള മുക്കട്ട ജുമാ മസ്ജിദിലായിരിക്കും ആര്യാടൻ ഷൗക്കത്ത് ഈ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കുക. ഒപ്പം തന്നെ PV അൻവർ അദ്ദേഹം എടക്കര ഹൈസ്കൂളിലുള്ള ഒരു ഈദ്ഗാഹിലായിരിക്കും പങ്കെടുക്കുക. M സ്വരാജിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ചന്തക്കുന്നിലെ ജുമാ മസ്ജിദിലെത്തി അദ്ദേഹം വിശ്വാസികളിൽ നിന്ന് വോട്ട് തേടും. അതിനുശേഷം പോത്തുകല്ലിലേക്ക് പോകും. പോത്തുകല്ലാണ് അദ്ദേഹത്തിന്റെ നാട്. അവിടുത്തെ അയൽവാസികളുടെയൊക്കെ ഒപ്പമായിരിക്കും ഇന്നത്തെ ഈ ഒരു പെരുന്നാൾ ആഘോഷം ഉണ്ടാവുക. ഈ ഒരു സജീവമായ ചർച്ചകൾക്കിടെ തന്നെ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തും. അതിനുശേഷം മുഴുനീള ഇവിടെ തമ്പടിച്ച് തന്നെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് വേണ്ടി അദ്ദേഹം ഒരു വോട്ട് ചോദിക്കലുണ്ട്. ഈ രാഷ്ട്രീയ ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസം സജീവമായി തന്നെ നടക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലായിരുന്നു ഇന്നലെ മുതൽ ഒരു പെരുന്നാളിൻ്റെ ആഘോഷത്തിലേക്കൊക്കെ നിലമ്പൂർ കൂടി മാറിയത്. അതിനുശേഷം ഇനി സജീവമായിട്ടുള്ള ഒരു പ്രചാരണ തിരക്കിലേക്ക് തന്നെ പോവും. PV അൻവർ ഇപ്പോൾ ഇന്നലെയും ഈ ആരോപണങ്ങളൊക്കെ ഉദ്ദേശിച്ചു. അദ്ദേഹം ഒരു ക്രൗഡ് ഫണ്ടിങ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ രീതിക്ക് തന്നെ മുന്നേറുന്നു. LDF UDFും ഇതൊരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്കാണ്, അതായത് PV അൻവറിനെയൊക്കെ പൂർണ്ണമായും അവഗണിച്ച രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ആദ്യഘട്ടത്തിലുള്ള വിഷയങ്ങളൊക്കെ പതുക്കെ മാറി. വന്യമൃഗശല്യമാണ് നിലമ്പൂർ നേരിടുന്ന ഒരു ഏറ്റവും വലിയ പ്രതിസന്ധി. ആ ഒരു ചർച്ചകളിലേക്ക് അത് വരുന്നു എന്നുള്ളത് കൂടി ഈ അവസാന ദിവസങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇനി അതായിരിക്കും ഒരു സജീവ ചർച്ചയായിട്ട് തന്നെ നിൽക്കുക. നാളെ മുതൽ തന്നെ ഓരോ മന്ത്രിമാർക്ക് ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് തന്നെ LDFന്റെ മന്ത്രിമാർ വരുന്നുണ്ട്. ഇപ്പോൾ UDFന്റെ നേതാക്കളൊക്കെ കഴിഞ്ഞ ദിവസമാണ് നിലമ്പൂരിൽ നിന്ന് പോയത്. അപ്പോൾ അവരൊക്കെ തിരിച്ചു വരും. KPCC അധ്യക്ഷനും ഒപ്പം തന്നെ VD സതീശനും ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇനിയുള്ള ദിവസങ്ങളിൽ ക്യാമ്പ് ചെയ്യുകയും ചെയ്യും. ശരി, വിപിൻ C വിജയൻ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പ്രചാരണത്തിന്റെ ചൂടിന് കുറവൊന്നുമില്ല. പക്ഷേ ഇന്ന് പെരുന്നാൾ ദിനമായതുകൊണ്ട് സ്ഥാനാർത്ഥികളൊക്കെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും PV അൻവറും ഈദ്ഗാഹിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് ചന്തക്കുന്നിലെ ജുമാ മസ്ജിദിലെത്തി വിശ്വാസികളെ കാണും. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. പെരുന്നാളിന്റെ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ ആ വഴി.